ഇതുവരെ നമ്മൾ പറഞ്ഞത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു യാത്രയുണ്ട്. അതായത് ലൈഫ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു യാത്രയുണ്ട്. അതാണ് ജീവിതം, ലൈഫ് എന്ന് പറയുന്നതെന്നും അതിനെ ഒരുപാട് കുഴികളിലൂടെയും മലകളിലൂടെയും കുന്നുകളൊക്കെ കയറി ഇറങ്ങാനുള്ളതാണെന്നും അതിന് വേണ്ടിയിട്ടുള്ള അത് കയറി ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയമെന്നും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെ, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് അതിലെത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം നമ്മൾ പറഞ്ഞേ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ അല്ലേ? യെസ്, അങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു പിരമിഡൊക്കെ വരച്ചു, ഒരു ഗ്രാഫ് വരച്ചു. അതൊക്കെ വരച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്നും കൂടെ പറയാണ്, നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സാധനം വരച്ചു. ഇത് നമ്മളുടെ എൻവിയോൺമെന്റ് ആണ് എന്നും ഇവിടെ നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളുടെ എന്താണ് ആറ്റിറ്റ്യൂഡ് ആണെന്നും ആറ്റിറ്റ്യൂഡ് ആണെന്നും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബിഹേവിയർ ചേഞ്ച് ആകുമെന്നും അല്ലെ? ബിഹേവിയർ ചേഞ്ച് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? ബിലീവ്സ്, അതായത് നമ്മളുടെ ഉള്ളിലുള്ള ലിമിറ്റഡ് ബിലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇന്നത് സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ലിമിറ്റഡ് ബിലീവ്സ് നമ്മൾ ഒഴിവാക്കണമെന്നും പറഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്കില്ല് ഉണ്ടായിരിക്കണം എന്നുമാണ് നമ്മൾ പറഞ്ഞത്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റി വെളിവാകും. ദെൻ വി ആർ ഗോയിങ് ടു അവർ പർപ്പസ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലെ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ എന്തിനെ കുറിച്ചാ പറയാ? സ്കില്ലിനെ കുറിച്ചിട്ടാണ് പറയാം. അപ്പൊ അങ്ങനെ വെറുതെ നമ്മുടെ സ്കില്ലിനെ കുറിച്ചിട്ട് പറഞ്ഞാല് അതിനൊരു രസം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സ്കില്ല് മുകളിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു സ്കില്ലല്ല ഞാൻ പറയാറില്ലേ. നമുക്ക് അടിത്തട്ടിൽ നിന്ന് ഇളക്കി മറിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് സത്യത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴാണോ ഒരു മനുഷ്യൻ അയാളെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ മുതൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉയരാൻ സാധിക്കുള്ളൂ. നമ്മൾ എത്ര കാലം നമ്മളെ കുറിച്ചിട്ട് തിരിച്ചറിയാതെ ഇരിക്കുന്നുവോ അത്ര കാലം എനിക്ക് എന്തെല്ലാം ഉണ്ട്, എൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും, എന്തെല്ലാം എനിക്ക് നേടിയെടുക്കാൻ കഴിയും, ഇതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ചിട്ട് അറിയാം. ഇതറിയാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ കരുതും ഇപ്പൊ ഈ കാണുന്ന ഈ ലോകമാണ് അല്ല, ഇതിനപ്പുറത്തുള്ള ഒരു ലോകം നമ്മളുടെ മുന്നിലുണ്ട്. അതായത് നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ലോകമുണ്ട്. എനിക്ക് ഇതിലേറെ വലിയ പൊസിഷനിലേക്ക് എത്താൻ പറ്റുമെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ, അതിനുള്ള കഴിവുകളുണ്ടോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് അതിലേക്ക് എത്താൻ സാധിക്കും. ആ കഴിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടോ എന്നും ഇനി അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അത് എന്നിൽ ഉണ്ടായിരുന്നത് എന്നും നമ്മൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്യാനാണെന്ന് പോലെ. അതിനു മുന്നേ ദൈവം നമുക്കെല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ തന്നു. അതിൽ വ്യത്യസ്തരല്ലാതെ തന്ന കുറച്ച് കാര്യങ്ങൾ, എല്ലാവർക്കും ഒരേപോലെ തന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന സമയമാണ്. 24 hours ആണ്, 24 മണിക്കൂറാണ്. എല്ലാവർക്കും ഒരേപോലെ, ഏത് ജാതിയായാലും മതമായാലും നിറമായാലും ഹൈറ്റായാലും എല്ലാവർക്കും തന്ന എന്താണ്? 24 hours ആണ്. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ മാത്രം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്ന സാധനമാണ് സ്കില്ലുകളാണ്. നോ കോസ്റ്റ് ലോ കോസ്റ്റ് അസറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമ്പത്ത്, ആസ്തി അല്ലെ? നമുക്കുള്ള ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ആസ്തിക്ക് എന്താ പ്രത്യേകത? അത് നമ്മളുടെ ആണെന്നൊരു ഉറപ്പിച്ച സാധനത്തിനാണ് എന്ത് പറയാം? അങ്ങനെയല്ല പറയാം. അപ്പുറത്തൊരാൾ നോക്കിയിട്ട് അതിന്റെ അസറ്റാ പറയാം? ഇല്ല. എന്താണ്?
പറയോ? ഇല്ല. നമ്മൾതാണെന്ന് ഉറപ്പുള്ള സാധനമാണ് നമുക്ക് ആസ്തി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഉറപ്പുള്ള സാധനമാണ്. അതിന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കും, ആസ്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറെ പണം മുടക്കണം എന്നുള്ളതാണ് എല്ലാവരെയും ചിന്ത. എന്നാൽ ആസ്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആസ്തി നമ്മളുടെ ഉള്ളിലുണ്ട്. അതാണ് എന്ത്? സ്കിൽ എന്ന് പറയുന്നത്. നോ കോസ്റ്റ്, അതായത് ഒരു പൈസയും കൊടുക്കണ്ട, ലോ കോസ്റ്റ്. ഇനി അതിനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ചെറിയ പൈസ മാത്രം ചെലവാക്കിയാൽ മതി. ലോ കോസ്റ്റ് എന്താണ്? അസറ്റ്സ്. എന്താണ് അതിന്റെ പേര്? സ്കിൽസ്. എന്താണ്? നോ കോസ്റ്റ്, നോ കോസ്റ്റ്, നോ കോസ്റ്റ്, ലോ കോസ്റ്റ്. അസറ്റ്സ് ആണ് എന്ത്? ദാറ്റ്സ് കോൾഡ് സ്കിൽസ്. സ്കിൽസ്. അത് അണ്ടർസ്റ്റാൻഡ്? അത് മനസ്സിലാവുണ്ടോ? നമുക്ക് മനസ്സിലാവുണ്ടോ? നോ കോസ്റ്റ് എന്താ അങ്ങനെ പറഞ്ഞാല്? നോ കോസ്റ്റ്. ഒരു പൈസ ഇനി നമ്മളതിന് കൊടുക്കുക വേണ്ട, ഇതുവരെ കൊടുത്തിട്ടുമില്ല. ഉണ്ടോ? ഒരു സ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ. എന്നാൽ ഇനി അഥവാ ആ സ്കില്ലിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണർത്തിയെടുക്കാൻ നമുക്ക് കുറച്ച് പൈസ മാത്രം ചെലവാക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങളൊരു കോഴ്സ് ചെയ്യണം. എന്തിനാണ് കോഴ്സ് ചെയ്തത്? യെസ്, നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനാണ്, അതിനെ റീ അവൈക്കൺ ചെയ്യാണ്. പുതിയതായിട്ട് ഒരു സ്കില്ലും ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരാൾക്കും ഒരു സ്കില്ലും പുതുതായിട്ട് ഉണ്ടാക്കാനും കഴിയില്ല, ഉള്ളതിനെ ഒഴിവാക്കാനും സാധിക്കില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. എന്താ ചെയ്യാൻ പറ്റുക? അയാൾക്ക് ആകെ ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ള സ്കില്ലിനെ ഉണർത്തിയെടുക്കാൻ, റീ അവൈക്കൺ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കുറേ സ്കില്ലുകളുണ്ട്, ആയിരക്കണക്കിന് സ്കില്ലുകളുണ്ട്. എന്നാൽ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന നോ കോസ്റ്റ് ആൻഡ് ലോ കോസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് 7 സ്കില്ലുകൾ മാത്രമാണ്. 7 സ്കില്ലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ. പ്രതിഭാശാലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? പറഞ്ഞോ? പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ആരാ? 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 പിന്നെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാര്, അതേപോലെ തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ ഇല്ലേ, വലിയ വലിയ ആളുകൾ. നമ്മൾ കാണുന്ന അബ്ദുൽ കലാം, അതേപോലെ ഇവരൊക്കെ ഐൻസ്റ്റീന്, അതേപോലെ തന്നെ സർ ഐസക് ന്യൂട്ടന്, ഗാന്ധിജി, ഇങ്ങനത്തെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ, അതേപോലെ വലിയ വലിയ കായിക താരങ്ങൾ, ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു 7 സ്കില്ലുകൾ. ആ 7 സ്കില്ലുകളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ആ 7 സ്കില്ലുകളുടെ നമ്മളുടെ പ്രത്യേകത എന്താ? അത് നമ്മളിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചതെന്താ വെച്ചാൽ, പ്രതിഭാശാലികൾക്കുള്ളതൊക്കെ എനിക്ക് ഉണ്ടാവും. ഞാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, ഓർഡിനറി കാര്യങ്ങളാണ്. ഇതിലാണ് നിങ്ങളുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഇരിക്കുന്നത്. ഓർഡിനറി കാര്യങ്ങളിലാണ് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസും എക്സ്ട്രാ ഓർഡിനറി റിസൾട്ടും ഉള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാണ്. ചിരിക്ക, നല്ലൊരു ചിരി, പുഞ്ചിരിക്ക, അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു നിസ്സാരമായ കാര്യമാണ്, ആണോ അല്ലേ? ആണ്. പക്ഷെ ഒരു പുഞ്ചിരി ഒരാൾക്ക് എത്ര എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ? ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇല്ലേ? ഒന്ന് ചിരിച്ച നീ ചിരിക്കാൻ ഞാൻ പഠിപ്പിച്ചതാ. എങ്ങനെ ചിരിച്ച പൊട്ടിച്ചിരിക്കാനല്ല, ഒന്ന് പുഞ്ചിരിക്കാനാ പറഞ്ഞത്. ലിഫ്റ്റിക്ക് പോകൂല, നിങ്ങൾ ചിരിച്ചോളേ, കുഴപ്പമില്ല. എന്താ കാരണം ഉണ്ടായത്? ചിരിക്കുമ്പോ ഒരാൾ വളരെ സിമ്പിൾ ആയിട്ടില്ല, നമ്മൾ ഒരു ഓർഡിനറി കാര്യം എന്ന് കരുതുന്നതാണ്, പക്ഷേ അതിലൊരു എക്സ്ട്രാ ഓർഡിനറി എന്തുണ്ടാക്കും? റിസൾട്ട് ഉണ്ടാക്കും. ഇതേപോലെ നമ്മൾ ഓർഡിനറി കാര്യങ്ങളല്ലേ എന്ന് ചിന്തിച്ച്, നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ എത്രത്തോളം നമ്മൾ ഉയരത്തിലെത്താൻ സഹായിക്കും എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാത്ത ചെറിയ കുറച്ച് കാര്യങ്ങൾ,
ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രതിഭാശാലികളായ ആളുകളെ മുഴുവനായിട്ടും പ്രതിഭകളാക്കി മാറ്റിയത് ഈ സ്കില്ലുകളെ അവർ ഏറ്റവും നന്നായിട്ട് തലോടിക്കൊണ്ട് ഉണർത്തിക്കൊണ്ട് റീ അവൈക്കൺ ചെയ്തുകൊണ്ട് അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അവരെല്ലാം പ്രതിഭാശാലികളായി മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രദ്ധിച്ചോ, ആദ്യത്തെ ഒരു സ്കില്ല് 7 നമ്മൾ പറയുന്നുള്ളൂ, 7 മാത്രമേ പറഞ്ഞു. സ്കില്ലുകൾ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഈ 7 സ്കില്ലുകളിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ ആരായിരുന്നു എന്നുള്ളത്, എനിക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ദ നമ്പർ 1 ഈസ് ഇമാജിനേഷൻ. എന്താണ് ഇമാജിനേഷൻ? എന്താണ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ? ഇമാജിനേഷൻ ഭാവന ശക്തി. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് ഭാവനാശക്തി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഭാവനാശക്തി ഉണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ തന്നെ പറയും, എത്രത്തോളം ഭാവനാശക്തി ഉണ്ട്? നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞേ ഭാവനാശക്തിക്ക്. നിങ്ങൾക്ക് ആർക്കും ഭാവന ഇല്ല? ഇല്ലേ? ഭാവന പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? ഭാവന സിനിമ നടിയല്ല പറഞ്ഞത്. ഭാവനാശക്തി എന്താണ്? ഇമാജിനേഷൻ. എന്താ ഇമാജിനേഷൻ? നിങ്ങൾ സാധാരണ ഒരു ദിവസം ശ്രദ്ധിച്ചോ, ഒരു ദിവസം എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും അതിനൊന്ന് ഇമാജിനേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉണ്ടോ? ഇല്ലേ? യെസ്. ഒരു ഇമാജിനേഷനും ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു ഇമാജിനേഷനും ഇല്ല, ഒരു ഭാവനയില്ല. നമ്മളുടെ ഉള്ളിൽ ആ ചെയ്യാൻ പോണ കാര്യത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വരാൻ പോണ കാര്യത്തിനെ കുറിച്ചിട്ടോ ഒരു ഭാവന ഇല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ആലോചിച്ച്. നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ ആ ഡ്രസ്സ് കണ്ടാൽ എങ്ങനെ നമ്മളെ ഭാവന വിടരല്ലേ? ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു ഡമ്മിയിൽ ഇരിക്കുന്ന ഒരു ഡ്രസ്സ് ആ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവല്ലേ? അത് ഞാൻ ഇട്ടാല് എങ്ങനെ ഉണ്ടാവും? വരൂല്ലേ? ഇമാജിനേഷൻ സ്കിൽ. സിമ്പിൾ. ഇതെങ്ങനെ? ഈ ലോകത്തുള്ള സകലമാന കാര്യങ്ങൾ ഉണ്ടായത് ആദ്യം ഇമാജിനേഷനിലാണ്. ഒരിക്കലും സാധിക്കൂല എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും ആദ്യം ഉണ്ടായത് ഇമാജിനേഷനിലാണ്. വിമാനം, ആകാശത്തിലൂടെ മനുഷ്യർക്ക് പറക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം ആദ്യം ഉണ്ടായിരുന്നത്, അത് മാറിയത് ഇമാജിനേഷനിലാണ്. ആദ്യമായിട്ട് ഇമാജിനേഷനിലൂടെയാണ് അതിനെല്ലാം ആ ഒരു തടസ്സങ്ങളെല്ലാം വഴിമാറിയത്. കാരണം എന്താണ്? റൈറ്റ് സഹോദരന്മാരുടെ ഇമാജിനേഷനിലാണ് ആദ്യത്തെ വിമാനം ഉണ്ടായത്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുൻപേ ആ എഞ്ചിനീയറുടെ അല്ലെങ്കിൽ ആ ഓണറുടെ ഉള്ളിൽ ആദ്യം ഇമാജിനേഷനിലാണ് ആ ബിൽഡിംഗ് ഉണ്ടാവുക. ആണല്ലോ? ഇപ്പം ഇതിൽ സ്വന്തമായിട്ട് വീടില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. സ്വന്തമായിട്ട് മീൻസ് അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുട്ടികളും ഒറ്റക്കുള്ള വീട്, അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടാവും? ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. ആർക്കൊക്കെ ഉണ്ട് ആഗ്രഹമുണ്ട്? യെസ്, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളിലുണ്ടാവുക നമ്മളെ അടുക്കള, എൻ്റെ കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം, അല്ല എൻ്റെ ബെഡ്റൂം ഇങ്ങനെ ആയിരിക്കണം, അല്ല എൻ്റെ ബെഡ്റൂമിന് ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാവും ഇല്ലേ? ചെറിയ കുട്ടികളായ സമയത്ത് പോലും നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവില്ലേ? ഇമാജിനേഷൻ ഉണ്ടാവില്ലേ? ചെറിയ കുട്ടിയാവുമ്പോൾ നിങ്ങളെ ഉള്ളിലുണ്ടായിട്ട് ഇമാജിനേഷൻ. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആര്? യെസ്, എനിക്കിതേപോലെ. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അന്ന് ചിന്തിക്കൂല, ഉണ്ടോ? ഇല്ല, അത് പിന്നെ ചിന്തിച്ചത്, അത് ഇപ്പോഴാണ് ചിന്തിച്ചത്. അത് പോട്ടെ. അതിന്റെ മുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക? ഇല്ലേ? ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് സത്യം പറയും. ഇമാജിനേഷൻ. ബുർജ് ഖലീഫ ആദ്യം ഉണ്ടായത് ആരുടെ ഉള്ളിലാണ്? ബുർജ് ഖലീഫ നിർമ്മിക്കാൻ തീരുമാനിച്ച ആളുടെ ഉള്ളിലാണ് ബുർജ് ഖലീഫയുടെ ഇമാജിനേഷൻ. ഈ ഇമാജിനേഷൻ സ്കില്ലില്ലെങ്കിൽ എന്തില്ല, ഇവിടെ ഒന്നും ഉണ്ടാവാൻ
സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇമാജിനേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കണ്ണാണെന്നാണ് ഇമാജിനേഷൻ സ്കില്ല് പറയുന്നത്. ഒരുപാട് ഇമാജിനേഷൻ സ്കില്ല് നമ്മളെ ഉള്ളിലുണ്ട്. എന്തൊക്കെയുണ്ട് അറിയങ്ങളെ? ചെറിയ കുട്ടിയായ സമയത്ത് ഉമ്മ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് ആ ഇമാജിനേഷനിൽ ഞാനും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഇമാജിനേഷൻ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. ചിലർ പറയില്ല വാശിക്ക്, പക്ഷെ എന്നാലും ഉമ്മയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താ കാരണം ഉണ്ടായത്? നമ്മുടെ ആദ്യത്തെ സ്കൂൾ എവിടെയാണ്? നമ്മളെ വീടാണ്. ആദ്യത്തെ ടീച്ചർ ആരാണ്? ഉമ്മ. തീർച്ചയായിട്ടും അത് ഒരു സംശയമില്ല, നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എൻ്റെ ആദ്യത്തെ ടീച്ചർ ആരാണ്? സരോജിനി ടീച്ചർ അല്ല, ആരാണ്? എൻ്റെ ഉമ്മയാണ്. അവിടുന്നാണ് നമ്മളെല്ലാം പഠിച്ചത് നമ്മൾ അവിടുന്നാണ്. എല്ലാം പഠിച്ചപ്പോൾ നമ്മൾ പല ഇമാജിനേഷൻ നമുക്കുണ്ടായിരുന്നു. ആ ഇമാജിനേഷനുകളെല്ലാം നമ്മൾ പിന്നീട് നമ്മളുടെ ബാക്കിയുള്ള പ്രവർത്തികളിലൂടെ, ബാക്കി 7 സ്കില്ലുകളിലൂടെ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയാവുമ്പോൾ എപ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക? ചെറിയ കുട്ടിയാവും. അന്ന് എന്താ പ്രത്യേകത? ചെറിയ കുട്ടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ചെറിയ കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിഷ്കളങ്കരാണ്. അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? വിശാലമായതാണ്. അതിൻ്റെ ഉള്ളിൽ വേറൊരു വേസ്റ്റും കൂടിയിട്ട് ഇല്ല. ആ ഇമാജിനേഷൻ സ്കില്ല് നിങ്ങൾക്ക് എത്ര ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഇമാജിനേഷൻ സ്കില്ല് എത്ര ഉണ്ട്. ഈ ഫാനൊന്ന് ഓഫ് ചെയ്താൽ മെല്ലെ. ഇമാജിനേഷൻ സ്കില്ല് എത്രത്തോളം ഉണ്ട്? ഈ ഇമാജിനേഷൻ സ്കില്ല് കൊണ്ടാണ് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ എല്ലാ കാര്യവും നേടി എടുത്തിട്ടുണ്ട്. ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം സംഭവിച്ചത് ഇമാജിനേഷൻ സ്കില്ലിലാണ് ആദ്യം സംഭവിച്ചത്. PT ഉഷ ഓടുന്നതിന് മുൻപേ, ഉസൈൻ ബോൾട്ട് ട്രാക്കിൽ ഇറങ്ങുന്നതിന് മുൻപേ തനിക്ക് കപ്പ് കിട്ടിയതായിട്ട് ഇമാജിനേഷൻ ചെയ്തിട്ടാണ് ഇറങ്ങുക. നിങ്ങൾക്ക് ഞാൻ ഇന്നലെ തെറാപ്പി ചെയ്തപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ പൊസിഷൻ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ പൊസിഷൻ, നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ പൊസിഷൻ കാണാനാണ് പറഞ്ഞത്. അത് എത്ര ആൾ കണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഇമാജിനേഷൻ സ്കില്ലാണ്. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. PT ഉഷ ഓടുന്നതിന് മുൻപേ ഞാൻ വിജയിച്ചതായിട്ട് കാണുന്നു. ഉസൈൻ ബോൾട്ട് ട്രാക്കിൽ ഇറങ്ങുന്നതിന് മുൻപേ തൻ്റെ കോച്ച് ഒരു 2 മിനിറ്റ് ഈ തെറാപ്പി ചെയ്തിട്ട് വിടും. എന്തിനാണ്? നിങ്ങളെ അതായത് അവരുടെ ഇന്നർ വേൾഡിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് എന്ത് ചെയ്താൽ മതി? പുറത്തുള്ള ലോകത്ത് വിജയിച്ചാൽ മാത്രം മതി. ഇതാണ് സത്യം. അത് ഇമാജിനേഷൻ സ്കില്ലാണ്. ആ ഇമാജിനേഷൻ സ്കില്ല് ധാരാളമായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട് എന്നും ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും? മാറും. മറ്റെന്താ നമ്മൾ ഇമാജിൻ ചെയ്യുക? ഇമാജിനേഷൻ സ്കില്ലിന് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊന്നും അറിയില്ല. നമ്മൾ നെഗറ്റീവായിട്ടാണ് ഇമാജിനേഷൻ ചെയ്യുക ഫുള്ള്. എനിക്ക് കിട്ടൂല, എനിക്ക് സാധിക്കൂല. അല്ല, എന്നാലോ ചെറിയ കുട്ടിയായപ്പോ നമ്മൾ എങ്ങനെയാണ് ഇമാജിൻ ചെയ്തിരുന്നത്? അത് ഞാൻ ആയിക്കൊണ്ടാണ് ഇമാജിൻ ചെയ്തിരുന്നത്. ആ പുതുക്കപ്പെണ്ണെ ആയിക്കൊണ്ടാണ്, പുതിയണ്ണെ സ്റ്റേജിൽ ഇരിക്കുമ്പോ ആ പെണ്ണായിക്കൊണ്ടാണ് ഇമാജിൻ ചെയ്തിരുന്നത്. അവിടെ ഡാൻസ് ആരെങ്കിലും കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആ ഡാൻസ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് വേണ്ടത്. ഇപ്പോഴും അങ്ങനെ കാണാൻ നമുക്ക് കഴിവുണ്ട്. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കാണുമ്പോൾ അത് ഞാനായെങ്കിൽ അവർക്ക് എന്താ പറയാ, അവർക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഒക്കെ കാണുമ്പോൾ അത് എനിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഇമാജിനേഷൻ ചെയ്യുന്ന ഒരു കഴിവ് നമ്മളെ ഉള്ളിലുണ്ട്. അതിനെ പോസിറ്റീവായിട്ട് നമ്മളെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ സ്കില്ല് നമ്മളിൽ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. വെരി സിമ്പിളാണ്. ഒരു ഉമ്മയാകാൻ നമ്മൾ ഇമാജിൻ ചെയ്തിരുന്നു, ഒരു ടീച്ചറായി ഇമാജിൻ ചെയ്തിരുന്നു, എന്തെല്ലാം ഇന്ന് പ്രവർത്തികൾ നാട്ടിൽ നടക്കും അതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നു ചെറിയ കുട്ടിയായ സമയത്ത്. വലുതായപ്പോൾ നമ്മൾ ഇമാജിനേഷൻ സ്കില്ലിന്റെ പവർ എന്ത് ചെയ്തു?
ഒരു ലേശം കുറയാൻ കാരണം എന്താ? നമ്മൾ ഫുൾ നെഗറ്റീവിലേക്ക് കണക്റ്റഡ് ആയി. ഇതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇമാജിനേഷൻ സ്കില്ലിന് എത്രത്തോളം പവർ ഉണ്ട്? ദ നമ്പർ 1 ഈസ് ഇമാജിനേഷൻ. ഒന്നാമത്തെ എന്താണ്? ഇമാജിനേഷൻ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, രണ്ടാമത്തെ സ്കില്ലിന്റെ പേരാണ് ഒബ്സർവേഷൻ. എന്താണ്? ഒബ്സർവേഷൻ. രണ്ടാമത്തെ സ്കില്ലാണിത്, ഒബ്സർവേഷൻ. അതായത് നിരീക്ഷണം. നമ്മളെ നിരീക്ഷിക്കാൻ നമുക്ക് നല്ല കഴിവുണ്ടായിരുന്നു. നമ്മളെല്ലാം എന്തൊക്കെ നിരീക്ഷിച്ചു ചെറിയ കുട്ടിയാകുമ്പോ പറഞ്ഞാണേ? നിങ്ങൾ പറയണം എന്തൊക്കെ നിരീക്ഷിച്ചു ചെറിയ കുട്ടിയാകുമ്പോ? ചെറിയ കുട്ടിയാകുമ്പോഴാണ്, അപ്പൊ പ്രശ്നമില്ല, ധൈര്യമായിട്ട് പറയാം. പക്ഷികളെ. പിന്നെ സമീറ എന്തൊക്കെ നിരീക്ഷിച്ചു? ടീച്ചേഴ്സിനെ. പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ, അത് സ്കൂളിൽ പോയിട്ടല്ലേ? അതിന്റെ മുന്നേ ടോയ്സ്. പിന്നെ അവള് പിന്നെ ആദ്യം തന്നെ വലുതായി വന്നത്, അപ്പൊ ഇവരോളൊന്നും നിരീക്ഷിച്ചിട്ടില്ലാന്നുള്ള പറയാം. പിന്നെന്തേനു? എട്ടുകാലിനെ ഇല്ലേ? പിന്നെ പല്ലി. പിന്നെ സാധനം വരട്ടെ. പൂച്ച, നായ. പിന്നെ ഡ്രൈവ് ചെയ്യണ്. പിന്നെ നിങ്ങളൊന്ന് ചെറുതായി. മഴ. പിന്നെ ചേരാട്ട. യെസ്, വെരി ഗുഡ്. പിന്നെ ചേരാട്ടനെ നിരീക്ഷിച്ചില്ല? ചേരാട്ടനെ തൊട്ടോക്കോ, ചുരുളുണ്ടോ നോക്കൂലേ? ചിലവരെടുത്ത് വായിക്കിടും. വായിക്കിട്ടവരുണ്ടാവും ഇതില് ഇല്ലേ? പറയാൻ വേണ്ടി ഉണ്ടാവും. വായിക്കിട്ടവരുണ്ടാവും. ആരെ കെട്ടണേ? വായിക്കേ? എങ്ങനെ ചേരാട്ടനെ നമ്മള് എങ്ങനെ നിരീക്ഷിക്കാം? ചെറിയ കുട്ടികളെ ചേരാട്ട ഇങ്ങനെ പോകുമ്പോ കവന്നിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ തടക്ക് കൈയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പത്തെ കുട്ടികൾ ഇല്ല കേട്ടോ. ഇപ്പത്തെ കുട്ടികളൊക്കെ ഫുള്ള് എന്താണ്? ഫുള്ള് ഡിജിറ്റൽ ആയിക്കണം. അത് മാറിക്കണേ. അപ്പൊ ഞങ്ങൾ പഴയ കാലം പറയുന്നത് ഫുള്ള് മാറിക്കണേ. കാരണം ഭക്ഷണം ഇങ്ങനെ കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഫോൺ വേണം. നമുക്ക് പിന്നെ പറയാം. ഈ ചേരാട്ട ഇങ്ങനെ പോകുമ്പോ അതിനെങ്ങനെ എത്ര കാലുണ്ട് ചേരാട്ടക്ക്? അറിയില്ല. നമ്മൾ അത്ര കാലം നിരീക്ഷിച്ചിട്ട് നമുക്ക് അറിയില്ലല്ലോ. ഇല്ല, എനിക്കും അറിയില്ല. അറിയാത്തെന്താ അറിയില്ല, സംഭവം അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചേരാട്ടനെ ഇങ്ങനെ കണ്ടിരുന്നപ്പോ, ആസ്വദിച്ച് ഇങ്ങനെ നോക്കിയിരുന്നപ്പോ നമ്മളോട് എന്താ പറഞ്ഞത്? ചീത്ത പറഞ്ഞപ്പോ നമ്മൾ പേടിച്ചു പോയി. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് പുലിനും സിംഹത്തിനൊന്നും പേടിയുണ്ടാവില്ല പറഞ്ഞാല്, പക്ഷെ ചേരാട്ടനെയും പാറ്റനെയൊക്കെ പറഞ്ഞാല് ഭയങ്കര പേടിയൊക്കെ. എന്താ സംഭവിച്ചങ്ങളെ? നമ്മൾ ചെറിയ കുട്ടിയാവുമ്പോൾ നമ്മളെ ഒബ്സർവേഷൻ സ്കില്ലിന് എന്ത് ചെയ്തു? അവിടെ ബാൻ ചെയ്തു. നമ്മളെ സംബന്ധിച്ചത് അതവിടെ നമ്മളെ പേടിപ്പിച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്തു? അത് അപ്പൊ നമ്മൾ വലിയ എന്തോ ചേരാട്ട ഒന്നും ചെയ്യില്ല, അത് അതിന്റെ വൈക്ക് ഇങ്ങനെ പോകുള്ളൂ അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? പേടിപ്പിച്ചു. ആരെ പറഞ്ഞ പൊള്ളുന്നു? എനിക്ക് പൊള്ളിന്നോ? ഇല്ല. അറിയില്ല. അത് സെമീറാന്റെ നാട്ടിലാണെന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ നമ്മളെന്താണ്? ചേരാട്ട നമ്മൾ ഒരുപാട് നിരീക്ഷിച്ച സാധനമാണ്. കൂറ, പാറ്റ, ചെറിയ പാറ്റ പൊടിയില്ലേ, ഈയാൻ പാറ്റ പൊടിയില്ലേ, മഴക്കാലൊക്കെ. അപ്പൊ അതിന്റെ വൈത്തല നടക്കണേ, അല്ല അതിന്റെ ഓടി പിടിക്കണേ. തുമ്പി ഇല്ലേ? തുമ്പി. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മള്. ഒച്ചിനെന്താ കുഴപ്പം? ഒച്ചിനെന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾ നിരീക്ഷിച്ച സാധനങ്ങളാണ് ഇതെല്ലാം അല്ലേ? ആണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒബ്സർവേഷൻ സ്കില്ല് നമുക്കുണ്ടായിരുന്നു. ആ ഒബ്സർവേഷൻ സ്കില്ല് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരുപാട് സാധനങ്ങൾ കണ്ടെത്തിയത്. ഒരുപാട് സാധനങ്ങൾ ഒബ്സർവേഷൻ നടത്തിയതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്? പല അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. കാരണം ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് ഒബ്സർവേഷനിലൂടെയാണ്. എന്താണ് ഒബ്സർവേഷൻ ഉണ്ടായത്? യാദൃശികമായിട്ട് തൻ്റെ ലാബിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടെലഗ്രാം വരുന്നു. എന്താ വരുന്നത്? അമ്മക്ക് തീരെ സുഖമില്ല. ആ ശാസ്ത്രജ്ഞൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചു ചെന്നപ്പോൾ അമ്മ വളരെ രോഗശീലയിലായി. കുറച്ചു കാലം അവിടെ അമ്മയുടെ കൂടെ കഴിഞ്ഞു. അമ്മ മരണപ്പെട്ടു. നാട്ടിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടും അവിടെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം വിട്ടിട്ട് അയാൾ തിരിച്ച് വീണ്ടും അയാളുടെ പരീക്ഷണശാലയിലേക്ക് വന്നപ്പോൾ അയാൾ അന്ന് ചെയ്തു വെച്ചിരുന്ന
ടെസ്റ്റിന്റെ അന്ന് ചെയ്തിച്ച പരീക്ഷണത്തിന്റെ അവിടെ ഒരുപാട് സാധനങ്ങൾ പ്രത്യേകമായി പ്രത്യക്ഷപ്പെട്ടത് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, അവിടെ നിന്നാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കണ്ടെത്തിയത്. ഒബ്സർവേഷൻ സ്കില്ലാണ്. ഈ ഒബ്സർവേഷൻ സ്കില്ല് നമുക്കുണ്ട്. നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യും. എന്തൊക്കെ ഒബ്സർവ് ചെയ്യും? ആൺകുട്ടികൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ കുറെ പോകേണ്ടി ഓരോ ഒബ്സർവ് ചെയ്യും. ചെയ്യൂലേ? ചെയ്യും. ഒരു ചെയ്യൽ എന്തൊക്കെയായിരിക്കും? യെസ്. എന്നാൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകും, നിങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനെ പോവാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുക? ഒരു ഡ്രസ്സ്, ഒരു ചെരുപ്പ്, ലിപ്സ്റ്റിക്ക്, ഒരു ഓർണമെന്റ്സ്, അല്ലെ? ഇതെല്ലാം ഇപ്പോഴത്തെ മോഡലാണോ? ഇതൊക്കെ ഒബ്സർവേഷൻ സ്കില്ല് നമ്മൾ ഇല്ലേ? ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. ഈ ഒബ്സർവേഷൻ സ്കിൽ നമ്മളിങ്ങനെ ബസ്സിൽ പോവുകയാണെങ്കിലും ഏതെങ്കിലും നല്ലൊരു കടയിൽ, നല്ലൊരു ഡ്രസ്സിന്റെ കടയിൽ നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവും. ആ കടന്റെ പേരൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ ആ സ്ഥലം നമുക്ക് എന്തുണ്ടാവും? ഓർമ്മ ഉണ്ടാവും. ഇന്ന സ്ഥലത്ത് ഇന്ന ഡ്രസ്സ് ഉണ്ട്. എന്താ കാരണം? നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ലാണ്. ഈ സ്കില്ലുള്ളതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഈ ഒബ്സർവേഷൻ സ്കില്ലിനെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്? ഇതൊരു ഭയങ്കര സാധനമാണ്. ഇതൊക്കെ വെറുതെ കിട്ടിയതാ, അതുകൊണ്ട് നമുക്ക് വില ഇല്ലാത്തത്. അതാ ഞാൻ പറഞ്ഞ നോ കോസ്റ്റ്. ഒരു പൈസയും കൊടുക്കാതെ കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാത്തത്. ഉപയോഗിക്കുക എന്താ? അപ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. നമ്മളൊരു സ്ഥലത്തൂടെ പോവാണ്, ഒരു എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, അതിനെ പഠിച്ചെടുക്കാം. അതെനിക്ക് ആവശ്യം വന്നേക്കാം എന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് എൻ ഒബ്സർവേഷൻ സ്കിൽ. അതിന് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നന്നായിട്ട് നമ്മളെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. മനസ്സിലാവുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? അടുത്ത സാധനമാണ് ക്രിയേറ്റിവിറ്റി. എന്താണ് ക്രിയേറ്റിവിറ്റി? എന്താ ക്രിയേറ്റിവിറ്റി പറഞ്ഞാലേ? പറഞ്ഞോ, എന്താ ക്രിയേറ്റിവിറ്റി പറഞ്ഞാലേ? എന്താണ് ക്രിയേറ്റിവിറ്റി? എന്താ പുതിയത് ഉണ്ടാക്കുക? മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുക. എന്താണ് ക്രിയേറ്റീവായിട്ട് ചെയ്യുക? നമ്മളെ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞു. നിങ്ങളെ ലൈഫിലെ ഞാൻ പറഞ്ഞ എന്ത് സാധനങ്ങൾ നിങ്ങളെ ലൈഫായിട്ട് കണ്ടതോളെ, നിങ്ങളെ ലൈഫിൽ എന്തൊക്കെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ചെയ്തത്? പറഞ്ഞോ. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി സ്കിൽ ഉണ്ടോ? നിങ്ങൾ ചെറുപ്പത്തിലേക്ക് പോയി നോക്കി. ചെറിയ കുട്ടിയാവുമ്പോ ക്രിയേറ്റിവിറ്റി സ്കില്ല് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങളെ ചെറിയ കുട്ടിയാവുമ്പോ കുറച്ചൊന്ന് വയസ്സ് കുറച്ചളി, കുറച്ച് സമയം കുറച്ച് നോക്കി. എന്തൊക്കെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയിരുന്നു നമ്മള്? യെസ്, മണ്ണ് കൊണ്ട് കളിവീട് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ചിരട്ടപ്പെട്ടിട്ട് കഴിക്കാൻ പറ്റിയത് ഇല്ല. പിന്നെ ഓലോണ്ട് ഓരോന്നല്ല, എന്തൊക്കെ സാധനം പറയും? യെസ്, വെരി ഗുഡ്. പിന്നെ കുറ്റിപ്പേര. പിന്നെ അതെന്താണ് ഉണ്ടാക്കിട്ട്? പഴയ ചെരുപ്പുണ്ട്. പിന്നെ തോണി. പിന്നെ കുട്ടീനെ. പിന്നെ ഡ്രസ്. പിന്നെ ഓലോണ്ട് വാച്ച്. പിന്നെ പന്ത്. പിന്നെ പമ്പരം. എന്താണോ പമ്പരം ഉണ്ടാക്കിന്റെ? ഓലോണ്ടോ? ഓക്കെ. പിന്നെ കിൽക്കാൻ പറ്റി. പിന്നെ അതെന്തുണ്ടേനു? ഓലോണ്ടോ? ഓക്കെ. പിന്നെ പട്ടം, വിമാനം, പാള. പിന്നെ വിശറി.
ഇനിയുണ്ട്. എന്താ ഒന്നുമില്ല. ത്രാസ്, പിന്നെ ചിരട്ടുണ്ട്, പിന്നെ ബസ്, എന്തുകൊണ്ട് കയറോ വള്ളിയോ? കയറ്. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ ഡ്രൈവറേനോ കണ്ടക്ടർ? സത്യം പറഞ്ഞോ, ഏതേനോ? കിളിയോ? പിന്നെ എന്തുകൊണ്ടേനോ? പിന്നെ ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയാ. ഇത് എവിടുന്നാ ഉണ്ടായത്? ഈ ക്രിയേറ്റിവിറ്റി തന്നെ നമ്മൾ ആദ്യം ഇമാജിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നു. എന്താ ഇമാജിനേഷനിൽ കൊണ്ടുവന്നത്? എൻ്റെ ഉമ്മ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇമാജിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നു. അതേപോലെ ആവണമെന്ന് ഇമാജിനേഷനിൽ കൊണ്ടുവന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്സർവേഷൻ നടത്തി അതിന് നമ്മൾ ക്രിയേറ്റീവായിട്ട് പല സാധനങ്ങളെ കൊണ്ടുണ്ടാക്കി. നമ്മൾ മണ്ണുകൊണ്ട് പുട്ട് ചുടുന്നു, മണ്ണുകൊണ്ട് അപ്പം ചുടുന്നു. കഴിക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ അപ്പം അല്ലെങ്കിൽ ഒറിജിനൽ പുട്ട് നമ്മളെ വായിലെ ഉമ്മ തിന്നുകൊണ്ടിരിക്കണം. കറി ഉണ്ടാക്കി, ഇല കൊണ്ട് പൈസ ഉണ്ടാക്കി, അല്ലെ? ഇതൊക്കെ നമ്മളെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ഇതൊരു സത്യല്ലേ? ഇത് ആർക്കെങ്കിലും മറിച്ചൊക്കെ പറ്റും? ഇല്ല. ഇതുള്ള അപ്പൊ നമ്മളെ ഉള്ളിൽ ആ കഴിവില്ലാത്തതുകൊണ്ടാണോ? അല്ല. നമ്മൾ ഇതെല്ലാം ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരു കാര്യം വന്നു. എന്താ വന്നത്? നമുക്ക് കണ്ടാമിനേറ്റഡ് കണ്ടീഷനിങ്ങുകൾ വന്നു. അതായത് ചളിക്കുത്തുകൾ നിറഞ്ഞ കണ്ടീഷനിങ്ങൾ, നിബന്ധനകൾ വന്നു. ആ നിബന്ധനകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുത്, ചെയ്യരുത്, അത് വേണ്ട, ഇത് ഇങ്ങനായി മാറി. ഇപ്പൊ കുട്ടികളോടൊന്നും ഇത് പറയില്ല. ഏത് പറയില്ല? യെസ്. എന്താ ഇതിന്റെ പ്രത്യേകത അറിയാം? നമ്മൾ ഒരുപാട് കാലം മണ്ണിലൊക്കെ കളിച്ച ആൾക്കാരാണ്. നിങ്ങൾ കളിച്ചോ എനിക്കറിയില്ല, ഞാൻ കളിച്ച ആളാണ്. മണ്ണിലൊക്കെ കളിച്ചാളാം. ഈ മണ്ണിലൊക്കെ കളിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രതിരോധ ശേഷി ഉണ്ടാവുന്ന പറയുന്നത്. ഇപ്പോ അത് കളിക്കാതിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് വെയിൽ കൊള്ളണം, ഇതൊക്കെ അത് വെച്ചിട്ട് വെയിൽ കൊണ്ടാൽ നമ്മൾ എന്താ ചെയ്യാ? കറുപ്പ് എഴുതിയിരിക്കാൻ കൊള്ളോ? ഇല്ല. ഇപ്പൊ സൺസ്ക്രീൻ ഉണ്ട് അല്ലേ? എന്താ സൺസ്ക്രീമോ എന്താ? എന്തോ സാധനം ഉണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇതൊക്കെ ഉണ്ട് ഇപ്പോ. പക്ഷെ അന്ന് അതൊന്നും ഇല്ല. എന്താ കാരണം വെച്ചാൽ നമ്മളെ ക്രിയേറ്റിവിറ്റി പറഞ്ഞ ക്രിയേറ്റിവിറ്റി. ഗാന്ധിജിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഒരു ചരിത്രകാരനായ അധ്യാപകൻ ചോദിച്ചു, അങ്ങ് എന്ത് പ്രതിരോധമാണ് കാണിക്കുന്നത്? ആളുകൾ, ബ്രിട്ടീഷുകാർ തോക്കും വാളുമായി വന്നിട്ട് ആളുകളെ കൊല്ലുന്നു, ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് അഹിംസ സംസാരിക്കുന്നു. അപ്പൊ ഗാന്ധിജി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു ചരിത്രകാരനായ അധ്യാപകനാണ്. നിങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നു, ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്നു. ഗാന്ധിജി പറഞ്ഞ വാക്കാണ്. വ്യത്യസ്തനായിക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ മുന്നുണ്ടായിരുന്ന ഈ ക്രിയേറ്റിവിറ്റിനെ നമ്മളിപ്പോ പുതിയ തലത്തിൽ ഉപയോഗപ്പെടുത്തണം. നമ്മൾ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജീൻസ് പാന്റിന് ഇവിടെ ഒരു ഹോള് വന്നാൽ നമ്മൾ ഇവിടെയും കൂടി എന്ത് ചെയ്യും? ഒട്ടാക്കും. ദാറ്റ്സ് എ മോഡൽ അല്ലേ? മോഡലായില്ലേ? ആണോ? അല്ലേ? ഒരു മോഡലായി, ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ? ആണ്. വീട്ടമ്മമാരായിട്ടുള്ള ആളുകളെ ഇതിലുണ്ടാവും, കുടുംബിനികളായ ആളുകളെ. ഇന്നലത്തെ ചിക്കൻ കറി നാളെ മുട്ടക്കറി മാറൂലേ? ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിക്ക് കുറച്ച് എന്തെങ്കിലും സാധനങ്ങളും കൂടി ഇട്ടിട്ട് എന്താണ് തട്ടിക്കൂട്ടോ? എന്തെങ്കിലും തട്ടിക്കൂട്ടുന്നില്ല. അപ്പൊ അത് പുതിയ വേറെ സാധനമായി മാറി. പപ്പടം എന്താ പറഞ്ഞോ എന്തോ പറഞ്ഞല്ലോ. പപ്പടം എന്തോ പറഞ്ഞോളെ. ആ റെസിപ്പി വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ? റെസിപ്പി വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അറിയില്ല, നമുക്കറിയില്ലല്ലോ. കാരണം ഇത് എന്തൊക്കെ ഇതിൽ സംഭവിച്ചിട്ട് നമുക്കറിയില്ലല്ലോ. നമ്മളൊരു ഐഡിയക്ക് സംഭവിച്ചതാണ്. അപ്പൊ മുട്ട എന്ത് ചെയ്യും? പുഴുങ്ങി ചാടും, ചിലർ പൊരിച്ചിട്ടിടും, ചിലർ അതേപോലെ ചാടും. ഇങ്ങനെയൊക്കെ ചാടിയിട്ട് എന്ത് ചെയ്യും? വെറൈറ്റി സിസ്റ്റായിട്ട് മാറും. നാളെ ഇതേപോലുള്ള ഒരു കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാല് അല്ല, അങ്ങനെ പറയരുത്. കാരണം എന്താ വെച്ചാല് ഇന്ന് വേറെ ഉണ്ടാക്കാം, ഇന്നത്തെ വേറെ ടേസ്റ്റ്. എന്താ കാരണം? ഇതാ, നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്. റിയലി നമ്മളുടെ ഉള്ളിൽ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, നല്ല പവർ ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ എന്ത് ചെയ്യില്ല വെച്ചാൽ ആ സാധനത്തിന്റെ മസിൽസ്, ഇതിൻ്റെ ഉള്ളിൽ കുറെ മസിൽസ് ഉണ്ട്. റിയലി ബ്രെയിൻ്റെ ഉള്ളിൽ കുറെ മസിൽസ് ഉണ്ട്. ഇതിന് വേണ്ട മസിൽസ് ഒന്നും വർക്ക് ചെയ്യില്ല.
ആ മസിൽസ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. എന്തിനു ഉപയോഗപ്പെടുത്തണം? നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടതായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. എന്തുകൊണ്ടാണ് നിങ്ങൾ നാളെ രാവിലെ ഇന്നത്തെ കറി നാളെ രാവിലെ പുതിയ മോഡലായി വന്നത്? എന്താ കാരണം? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, നാളെ എന്ത് കറിയാണ് ഉണ്ടാക്കുക. അപ്പോഴാണ് ഫ്രിഡ്ജിൽ എന്തിൻ്റെ 2 ദിവസം മുന്നേ ഐസാക്കി വെച്ച കറിയുണ്ട്, ഇന്ന് ഇതിനെന്ത് ചെയ്യാം? അൾട്രേഷൻ നടത്താം. ഇതല്ലേ ചെയ്യല് സാധാരണ? എന്താ കാരണം? അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ക്രിയേറ്റിവിറ്റി. അപ്പം ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, ഹൈ പവർ ക്രിയേറ്റിവിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പെൺകുട്ടികളെ എടുത്തിട്ടുണ്ട്, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ട്. നമ്മൾ ഉപയോഗിക്കല് മറ്റുള്ളവന്റെ കാര്യം ഒബ്സർവ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കല്. അത് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാനൊന്ന് ഉപയോഗിച്ച് നോക്കി. നിങ്ങൾ ഓരോ ദിവസവും ബെറ്റർ ആൻഡ് ബെറ്റർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ ലൈഫ് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ചെല്ലുന്ന പ്രൊഫഷണൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അവിടെ കണ്ട ഒരു പ്രശ്നം എന്താ കാരണം? ഞാൻ കുറേ ലാഗായി വന്ന ആളുകളോട് ഞാൻ പറയും, 10 കൊല്ലം 15 കൊല്ലക്കായ ആളുകളോട് പറയും, നിങ്ങൾക്ക് എക്സ്ട്രാ കയ്യടി ഉണ്ട്. എന്താ കാരണം അറിയങ്ങളെ? അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ അവർ അറിഞ്ഞും അറിയാതെയും തരണം ചെയ്തു വന്ന ആളുകളാണ്. അവർക്ക് അതിനൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്രിയേറ്റീവ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിഗംഭീരമായ സാധനം, അതിഗംഭീരകരം. പക്ഷെ നമ്മൾ ചെയ്യൂല. അവിടെയാണല്ലോ പ്രശ്നം. നമുക്ക് അറിയാത്തോണ്ടല്ല നമ്മൾ ചെയ്യൂല. ക്രിയേറ്റിവിറ്റി, നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, സൂപ്പർ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ട്. എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഓരോ ദിവസവും ഞാൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്. നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് എൻ്റെ കുട്ടികൾക്ക്, എനിക്കറിയാം. അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ്. പക്ഷെ എന്താ കാര്യം? നമ്മൾ പഴയ കുറേ നെഗറ്റീവ് ബിലീഫ്സും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പിന്നോട്ട് വീണ്ടും വലിച്ചോണ്ടിരിക്കും. ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ ഒരു അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മൾ അതിനെന്ത് ചെയ്യും? നെഗറ്റീവായിട്ടാണ് അതിനെന്ത് ചെയ്യുക? നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ നമ്മളെ അടുത്തുണ്ട്. ഞാൻ ഇന്നും ഒരു കുട്ടീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ പൊട്ടൻഷ്യൽ അറിയില്ല. നല്ല 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 എന്താ പറയുക, അടിപൊളി സൂപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണ്. ഇവിടെ കഴിഞ്ഞു പോയതാണ് കുറെ കാലം മുന്നേ. പിന്നെ വേറൊരു കാര്യത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് എൻ്റെ പൊട്ടൻഷ്യൽ അറിയില്ല, നീ ഇപ്പൊ ഈ ജോലി ചെയ്യേണ്ട ആളല്ല. പക്ഷെ സെന്റിമെന്റലി അയാൾ കണക്റ്റഡ് ആണ്. അത് ഇപ്പോൾ അവിടെ നിന്ന് പോയാൽ എങ്ങനെ ശരിയാവും? എവിടുന്ന് വീട്ടിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാം? നല്ല ജോലി കിട്ടാത്തോണ്ടല്ല. നമ്മൾ ഇങ്ങനെ പല സാധനത്തിലും ഇങ്ങനെ കുടുങ്ങി കിടക്കുക. നമുക്ക് കഴിവില്ലായിട്ടില്ല. നമുക്ക് നല്ല ഒബ്സർവേഷൻ സ്കില്ലുണ്ട്, നല്ല ഇമാജിനേഷൻ സ്കില്ലുണ്ട്. നിങ്ങൾ അത്ര ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരില്ല. അപ്പോഴെന്താ നിങ്ങൾ എത്ര സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇമാജിനേഷനിലൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അബ്ദുൽ കലാം പറയണ്ടേ, എന്താണ് അബ്ദുൽ കലാം പറയണ്ടേ? 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തോന്നുന്നു രാമേശ്വരം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഗ്രാമത്തിന്റെ പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ 2 പക്ഷികൾ മീനും കൊത്തി പറക്കുന്നത് കണ്ടപ്പോൾ, ഉയരങ്ങളിലേക്ക് പറക്കുന്നത് കണ്ടപ്പോൾ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടേ, നിന്നെ പോലെ ഞാനും നാളെ ഉയരങ്ങളിൽ പറക്കും. അയാളുടെ ഇമാജിനേഷനിൽ ആ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായിട്ട് വിമാനത്തിൽ യാത്ര ചെയ്ത അയാളാണ്. ഇതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞു, ഇമാജിനേഷനാണ്. ആ ഇമാജിനേഷൻ സ്കില്ല് ഉപയോഗിച്ചപ്പോഴാണ് എന്ത് ചെയ്ത് മുൻകൂട്ടി കാണാൻ പറ്റണം നമുക്ക് ആ ഇമാജിനേഷൻ. നമ്മുടെ ഓണം പ്രോഗ്രാം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി എൻ്റെ ഇമാജിനേഷനിൽ ഫുൾ കണ്ടതാണ്. അതിലേക്ക് എന്തൊക്കെ വേണം ചെയ്യേണ്ടത് അതാണ് ചെയ്തത്. ഘോഷയാത്ര വരുമ്പോൾ എങ്ങനെയായിരിക്കും, അത്രയും ആളുകൾ ഹാളിലേക്ക് കയറുമ്പോൾ എന്തായിരിക്കും, അങ്ങനെ കയറുമ്പോൾ അവിടുന്ന് എന്തെല്ലാം സാധനങ്ങളാണ് കിട്ടുക, അങ്ങനെ കയറുമ്പോൾ എന്താണ് അവിടെ ഫീൽ ചെയ്യുക, ഇതൊക്കെ ഞാൻ മുൻകൂട്ടി ഇമാജിനേഷനിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് എനിക്കതിനെ അത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റിയതുകൊണ്ടാണ് അതിനെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയത്. ഇതേപോലെ നിങ്ങൾ ഇമാജിനേഷനിൽ കണ്ടാൽ പറ്റുള്ളൂ. ആ ഇമാജിനേഷൻ സ്കില്ല് നിങ്ങൾക്ക് ധാരാളം ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്.
അതില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകില്ല. ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അടുത്തൊരു സാധനമാണ്, നമ്മൾ എത്ര പറഞ്ഞു? 3. അടുത്തതാണ് ഇന്റലിജൻസ് പവർ. എന്താണ് ഇന്റലിജൻസ് പവർ എന്ന് പറഞ്ഞാൽ? ബുദ്ധിശക്തി. ഒന്ന് എണീറ്റാണേ. ഒന്ന് പവർ പാക്ക് എടുത്താണെ. ഒരു ഒന്ന് കൈ അടിച്ചാണെ, അടിക്കാതെ സ്പീഡിൽ അടിച്ചാണ്. ഫാസ്റ്റ്. ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ട് പോലെ. ഫാസ്റ്റ്. യെസ്, ഗുഡ്, വെരി ഗുഡ്. എന്താ നമ്മൾ സ്പീഡില്ലാത്ത? ബാഡി കഴിഞ്ഞുകൊണ്ട് പറ്റേ. അങ്ങനെ തന്നെ. യെസ്. ഇരി. അടുത്താണ് ഇന്റലിജൻസ് പവർ. എന്താ ഇന്റലിജൻസ് പവർ എന്ന് പറഞ്ഞാൽ? ബുദ്ധി. എന്താ ബുദ്ധിശക്തിന്റെ പ്രത്യേകത? മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബുദ്ധിശക്തിയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ബുദ്ധിശക്തിയാണ്. നമ്മളിപ്പോ ഈ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്താൽ നമ്മൾ എന്ത് മെമ്മറി ഫുള്ളാവും, നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ ട്രില്യൺ കണക്കിന് ഫോട്ടോകളും വീഡിയോകളും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സാധനമാണ് നമ്മളെ ബ്രെയിൻ. നമ്മളാലോചിക്ക്, പഴയ കാലത്ത് മണ്ണപ്പം ചുട്ടതും എല്ലാ സാധനങ്ങളും ഇപ്പം എന്ത് ചെയ്തു? അതേപോലെ ഒന്ന് ഓർമ്മ വന്നു. എന്താ ഓർമ്മ വരാൻ കാരണം? അന്നത്തെ പിക്ചർ നമ്മളെ ഉള്ളിലുണ്ട്. സത്യം ശരിക്കും 100 ബില്യൺ ന്യൂറോണുകളുമായിട്ടാണ് ഓരോ മനുഷ്യന്റെ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെടുന്നത്. ഈ ലോകത്തിന്റെ സകലമാന കാര്യങ്ങളിലും കീഴടക്കിക്കൊണ്ട് അതിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി അത് മനുഷ്യൻ മാത്രമാണ്. അത് മനുഷ്യന്റെ ബുദ്ധിശക്തിയാണ്. വിമാനം പറക്കുന്നു, വിമാനത്തിനെ പറത്തുന്നത് മനുഷ്യനാണ്. ചെറിയ കുറിയവനായ മനുഷ്യനാണ്. പക്ഷികൾ പറക്കുന്നു ഉയരത്തിൽ, എന്നാൽ എത്ര വരെ പറക്കും? ഗ്രാവിറ്റിക്ക് താഴെ മാത്രം. ഇനി എത്ര വലിയ പക്ഷിയാണെങ്കിലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ മനുഷ്യനോ ചിറകുകളില്ല, പറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡി ഷേപ്പില്ല. ഇതൊന്നും ഇല്ലെങ്കിലും മനുഷ്യൻ യന്ത്രങ്ങളുടെ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പറക്കും. മത്സ്യങ്ങൾക്ക് നീന്താൻ കഴിയുന്നു, മുതലകൾക്ക് നീന്താൻ കഴിയുന്നു. അവയെല്ലാം കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അതിലേറെ ആഴക്കടലുകളിലേക്ക് പോയി മുത്തുകളും പവിയങ്ങളും വാരുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനെ മുകുളങ്ങളില്ല, പോവാൻ പറ്റിയ നീന്താൻ പറ്റിയ വാലുകളില്ല, ഒന്നുമില്ല. പക്ഷെ യന്ത്രങ്ങളുടെ സഹായങ്ങൾ കൊണ്ട് അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങളുടെ സഹായത്വങ്ങൾ കൊണ്ട് മത്സ്യങ്ങൾ പോകുന്നതിലേറെ ആഴങ്ങളിലേക്ക് പോകുന്നു. ഇതെല്ലാം മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ ബുദ്ധിശക്തി. ആരാ ഈ മനുഷ്യൻ? നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇതൊന്നും നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കണില്ല? ഒരൊറ്റ കാരണമാണ് നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ. എന്നെ കൊണ്ട് സാധിക്കോ എന്നുള്ള ഒരൊറ്റ പേടിയാണ്. ഞാനത് ചെയ്താൽ എന്താ ഉണ്ടാവുക? അടുത്തത് ഇന്നതിനെ സമ്മതിക്കോ? അടുത്ത ചോദ്യം എന്തിനെ? കടലിന്റെ അടിക്ക് പോകാനല്ല. ഈ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നേടാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞ് ഇങ്ങനെ പോകും. നിങ്ങളെ ലൈഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. എല്ലാ സാധനങ്ങളും കണക്ട് ചെയ്യണം. അപ്പൊ 4 എണ്ണം ഞാൻ പറഞ്ഞു. ഒന്നെന്താണ്? ഇന്റലിജൻസ്. എന്താണ് ഇന്റലിജൻസ്? മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് അറിയാങ്ങളെ? മൈൻഡ് പവർ. എന്താണ് ആ മൈൻഡ് പവർ എന്ന് പറയാൻ കാരണം? ഒരിക്കലേ അമേരിക്കയിൽ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി. ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ എപ്പോഴും എനർജറ്റിക്കാണ്. അവർ രാവിലെ എണീറ്റ സോഫയിൽ നിന്ന് അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, പിടിച്ചാൽ കിട്ടൂല. ആരെ കുഴങ്ങല്? ആരെ ക്ഷീണിക്കല്? നമ്മളെ ക്ഷീണിക്കല്. കുട്ടികളുള്ള ആൾക്കാർ കൈ നോക്കിയാണ്. ആൺകുട്ടികളെ അല്ല, ഏതാ എത്ര വയസ്സായ കുട്ടികളാ? വലുതായി. ചെറിയ കുട്ടികളുള്ള ആൾക്കാർ ഇപ്പോൾ അന്ന് ചെറിയ കുട്ടി ആയപ്പോഴുള്ള അവസ്ഥ എന്തേനും? ഭയങ്കര വാടയും. എന്താ കാരണം? നമ്മളാ ക്ഷീണിക്കുക. കുട്ടികൾ ക്ഷീണിക്കൂല. അവർക്ക് എന്തെങ്കിലും ഫുഡ് ഇടക്കിടക്ക് കിട്ടണം, അടുത്ത പണികൾ തുടങ്ങും. എന്താ കാരണം? അവർക്ക് മൈൻഡ് പവറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്.
ഒരു പരീക്ഷണം നടത്തി, ഇതൊന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തി. അവിടെയുള്ള ഒരു വലിയ ഒരു അത്ലറ്റ്സിനെ വിളിച്ചിട്ട്, അതായത് ഒരു ജിംനാസ്റ്റിക്കിൻ്റെ ആളെ വിളിച്ചിട്ട് ഇന്നൊരു ടാസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ടാസ്ക് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരു ചെറിയ കുട്ടിയുണ്ട്, ഈ കുട്ടീനായിട്ടും ആ കുട്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇയാൾ കരുതിയോ, ഞാൻ എത്രയോ വലിയ ആൾക്കാരെ അടിച്ചിട്ടാണ്, മസിൽമാനാണ്, എനിക്കെന്താ ഇത്ര വലിയ പ്രയാസം എന്ന് കരുതി അയാൾ വളരെ സിമ്പിളാക്കി എടുത്തു. അയാൾ കളി തുടങ്ങി, കുട്ടി ചെയ്യുന്ന പോലെ അതേപോലെ ചെയ്യൽ തുടങ്ങി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഫ്ലാറ്റ് അയാൾ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല. കുട്ടി അപ്പോഴും എന്താണ്, കുട്ടിക്ക് ആദ്യം തന്നെ എനർജി കയറി. കാരണം എന്താ, ഇന്ന് കളിക്കാൻ കിട്ടിയത് ആരാണ്, നല്ലൊരു മസിലുള്ള ആളാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്താ വെച്ചാൽ, കുട്ടികളും ജിമ്മിന് പോയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് വേറെ മസിൽ എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവർ പ്രോട്ടീൻ പൗഡർ കുടിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അവരുടെ മൈൻഡ് പവറാണ് ഭയങ്കര പവർ എന്ന് മനസ്സിലാക്കി. ഇതാണ്. മറ്റെന്താ, നമുക്ക് ലിമിറ്റേഷൻസ്, എനിക്ക് സാധിക്കോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ഒരൊറ്റ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളെ ഉള്ളില് ഉണ്ട്. അത് നമ്മൾ നിസാരമാക്കി കളഞ്ഞ, വളരെ നിസാരമാക്കിയിട്ട് കളഞ്ഞ. നിങ്ങൾ എന്ത് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഈ 4 ഞാൻ പറഞ്ഞല്ലോ, ഈ 4 എത്ര ആളാ? 26 ആളാ. എത്ര ആളാ? എത്ര ആളുണ്ട്? എനിക്ക് അക്കൗണ്ട് ചെയ്താ